ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പം അടുത്ത ടോപ്പിക്ക് ലാസ്റ്റ് സെക്ഷനാണ് ജാവ ആപ്ലെറ്റ്സ്, പ്രോഗ്രാം സ്ട്രക്ചേഴ്സ്, കമൻസ്, ഗാർബേജ് കളക്ഷൻ, ലാസ്റ്റ് വൺ ലെക്സിക്കൽ ഇഷ്യൂസ്. ജാവ ആപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജാവ പ്രോഗ്രാം യൂഷ്വലി റൺ ഓൺ എ വെബ് ബ്രൗസർ. ഒരു വെബ് ബ്രൗസറിലാണ് നമ്മളുടെ ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിപ്പം വെബ് ബ്രൗസർ എന്താവാം, മോസില്ല ഫയർഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ക്രോം ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ, ഏത് വെബ് ബ്രൗസറിൽ വേണമെങ്കിലും നമ്മളുടെ ജാവ പ്രോഗ്രാം റൺ ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണോ സീ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയുക, ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ഫോർമാറ്റിലല്ലേ നമ്മളതിനെ സീ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ജാവ ആപ്ലെറ്റ് എന്ന് പറയുന്നത്. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതായത് നമ്മളൊക്കെ എങ്ങനെ അത് വ്യൂ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു കളി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കാർഡിൻ്റെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലെറ്റ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താ പറയുക, ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ടു മേക്ക് ഇൻട്രാക്റ്റീവ് വെബ് പേജ് വിത്ത് ബെറ്റർ GUI എന്താണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമ്മൾ അതിനെ എങ്ങനെ വ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഏതൊരു ബ്രൗസർ എടുത്താലും ക്രോം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാവും, ഒന്നുകിൽ നമ്മൾ ഇതാണ്ട് ആപ്ലെറ്റ് വ്യൂവർ ഉണ്ടാവും, ജാവയുടെ തന്നെ ആപ്ലെറ്റ് വ്യൂവർ ഉണ്ടാവും. ആ ആപ്ലെറ്റ് വ്യൂവറിലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ആപ്ലെറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ നമുക്ക് സീ ചെയ്യുന്നത്, ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ അതിനെയാണ് എന്താ പറയുക, എങ്ങനെയാണ് നമ്മളുടെ ജാവ പ്രോഗ്രാം ഒരു വെബ് ബ്രൗസറിൽ വ്യൂ ചെയ്യുന്നത് അതിനെയാണ്. അപ്പോൾ ആ ഒരു ജാവ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ജാവ ആപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്, ഈ ഒരു ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാവ പ്രോഗ്രാം ഉണ്ട്, അതിനകത്തൊരു വെബ് സെർവർ ഉണ്ട്. വെബ് സെർവർ എന്താണ്, സെർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ആൾ, അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പേജിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ആ ഒരു സെർവർ, ഏതൊരു നെറ്റ്വർക്ക് എടുത്താലും അതിനകത്ത് എന്തുണ്ടാവും, ഒരു ക്ലയൻറ്റും ഒരു സെർവറും ഉണ്ടാവും. ക്ലയൻറ്റ് ആരാണ്, റിക്വസ്റ്റ് കൊടുക്കുന്ന ആളാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ റിക്വസ്റ്റിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് തരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക, സെർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇതിനകത്തൊരു വെബ് സെർവർ ഉണ്ടാവും. വെബ് സെർവർ എന്ന് വെച്ചാൽ ഏത് സെർവർ വേണമെങ്കിലും ആവാം, ഇപ്പോൾ ക്രോമോ ഗൂഗിളോ. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ആരാണോ അവരെയാണ് നമ്മൾ എന്താ പറയുക, വെബ് സെർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലയൻറ്റ് ആദ്യം എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് കൊടുക്കും. എന്താണ്, നമുക്കൊരു വെബ് സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ നമ്മൾ UKF കോളേജ് ആക്സസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്, സെർവർ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, UKF കോളേജ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ആ കറസ്പോണ്ടിങ് HTML പേജ് എന്തോത്തിന് കൊടുക്കും, ക്ലയൻറ്റിന് കൊടുക്കും. എന്നിട്ട് എന്തെടുക്കും, ക്ലയൻറ്റ് ആ ഒരു കറസ്പോണ്ടിങ് ജാവ ആപ്ലെറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് എന്ത് കാണണം, അതെങ്ങനെ നമുക്ക് വ്യൂ ചെയ്യണം എന്നുള്ള ആപ്ലെറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ജാവ ആപ്ലെറ്റ് എന്ത് ചെയ്യും, ക്ലയൻറ്റിന് സെർവർ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനെയാണ് നമുക്ക് ആ ഒരു HTML പേജിനെയാണ്, ആ ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്ന HTML പ്രോഗ്രാം, ആ ഒരു ജാവ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്താ പറയുക, ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് ഇതിനകത്തിരുന്നത്. ഇറ്റ് റൺ ഇൻസൈഡ് എ വെബ് ബ്രൗസർ ആൻഡ് വർക്ക് അറ്റ് ക്ലയൻറ്റ് സൈഡ്. ഇത് ഇരിക്കുന്നത് സെർവറിൻ്റെ സൈഡിലായിരിക്കും, പക്ഷേ റൺ ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡിൽ ആയിരിക്കും. ജാവ ആപ്ലെറ്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ദ വെബ് പേജ് മോർ ഡൈനാമിക് ആൻഡ് എൻ്റർടൈനിങ്. അതായത് ഡൈനാമിക്കായിട്ടും എൻ്റർടൈനായിട്ടും എന്തായിരുന്നു, ക്ലയൻറ്റ് സൈഡിൽ ഒരു എന്താണ്, നല്ലൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആയിട്ടായിരിക്കും ജാവ ആപ്ലെറ്റ്സ് റൺ ചെയ്യുന്നത്. ഇതിനകത്ത് കുറേ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഉണ്ട്. ഇത് ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ അല്ല. കാര്യം ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. ഇത് റൺ ചെയ്യുന്ന എന്താണ്, ഒരു വെബ് ബ്രൗസറിലോ അല്ലെങ്കിൽ ഒരു ജാവ ആപ്ലെറ്റ് വ്യൂവറിലോ ആയിരിക്കും ഇത് ജാവ ആപ്ലെറ്റ്സ് റൺ ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് റൺ ചെയ്യത്തില്ല. അതായത് സ്റ്റാൻഡ് അലോൺ ആണ്, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് റൺ ചെയ്യത്തില്ല. ഒന്നെങ്കിൽ ഇതൊരു വെബ് പേജിനകത്തോ അല്ലെങ്കിൽ ഒരു ജാവ ആപ്ലെറ്റ് വ്യൂവറിനകത്തോ ആയിരിക്കും ഒരു ജാവ ആപ്ലെറ്റ്സ് റൺ ചെയ്യുന്നത്. പിന്നെന്താണ്, ഇറ്റ് പ്രൊട്ടക്റ്റ് ഫ്രം ആപ്ലെറ്റ് സെർവർ റെസ്ട്രിക്ഷൻസ് ഈസ് ഇമ്പോർട്ടൻസ് സാൻഡ് ബോക്സ്. അപ്പം ഇതെന്ന് പറയുന്നത് അത്ര സെക്യൂരിറ്റി അല്ല. അതായത് ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും സെക്യൂർ അല്ല. ബിക്കോസ് എന്താണ്, ഇത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം അല്ല. ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജാവ ഒരു വെബ് ബ്രൗസറിനകത്തോ അല്ലെങ്കിൽ എന്താണ്, ഒരു ജാവ ആപ്ലെറ്റ്സിനകത്തോ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തല്ല, ഒരു
സ്റ്റാൻഡ് അലോൺ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സാൻഡ് ബോക്സ് ആപ്ലെറ്റ്സോ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആപ്ലെറ്റ്സോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഈ സാൻഡ് ബോക്സ് ആപ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി സാൻഡ് ബോക്സ് ആയിട്ടായിരിക്കും അത് റൺ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷനും അതിനകത്ത് പെർഫോം ചെയ്യാനായിട്ട് നമ്മളെന്താ അലോ ചെയ്യത്തില്ല. ഇപ്പം നമ്മളൊരു സാധനം സെർച്ച് ചെയ്യണം, ഒരു ഫയർ വാൾ വെച്ചിട്ട് അതിനെ കാര്യം നിങ്ങളിപ്പം കോളേജിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൻ്റെ നെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ബിക്കോസ് അവിടെ ഒരു ഫയർ വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ വന്നാൽ അതൊക്കെ ഈ ഫയർ വാൾ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ജാവ വെബ് ബ്രൗസറിൽ സാൻഡ് ബോക്സ് യൂസ് ചെയ്യുന്നത്. സാൻഡ് ബോക്സിനകത്തോട്ട് വരുന്ന എല്ലാ റിക്വസ്റ്റുകളും ഈ ഒരു വെബ് ബ്രൗസറിൽ നമ്മളുടെ ഈ ജാവ ആപ്ലെറ്റ്സിൽ റൺ ചെയ്യത്തില്ല. ആവശ്യമുള്ളത് അത് റെസ്ട്രിക്റ്റ് ചെയ്യും. എല്ലാ പ്രോഗ്രാംസിനെയും റൺ ചെയ്യുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള പ്രോഗ്രാംസ് മാത്രമേ ഇതിനകത്ത് റൺ ചെയ്യാനായിട്ട് അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മളെന്താ സാൻഡ് ബോക്സ് ആപ്ലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ജാവ ആപ്ലെറ്റ്സിനെ സെക്യൂർ ആക്കാനായിട്ടായിരിക്കും നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. പിന്നെന്താ? പിന്നെ ദേ കനോട്ട് റൺ എനി പ്രോഗ്രാം ഓൺ ദ ലോക്കൽ കമ്പ്യൂട്ടർ. ഒരു ലോക്കൽ കമ്പ്യൂട്ടറുള്ള എല്ലാ പ്രോഗ്രാംസിലും ഇത് റൺ ചെയ്യത്തില്ല. കാര്യം ഇതിനകത്ത് കുറേ സ്റ്റാൻഡ് അലോൺ അല്ലാത്തത് കൊണ്ട് ഇത് സെക്യൂർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്താ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലാ പ്രോഗ്രാംസിലെയും ലോക്കൽ കമ്പ്യൂട്ടറിലുള്ള എല്ലാ പ്രോഗ്രാംസിലും ഇത് റണ്ണ് ചെയ്യാൻ അലോ ചെയ്യത്തില്ല. ദെൻ ഒരു ആപ്ലെറ്റ് ലൈഫ് സൈക്കിൾ. ഒരു ആപ്ലെറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും? ജാവ ആപ്ലെറ്റ്സിന് കുറേ മെത്തേഡ്സ് ഉണ്ടാവും. ഇനിറ്റ് സ്റ്റാർട്ട് പെയിൻറ്റ് സ്റ്റോപ്പ് ഡിസ്ട്രോയ്. അപ്പോൾ ആ ഒരു ഇത്രയാണ്. ഇനിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോഴാണ്, ഒരു മെത്തേഡിനെ നമ്മൾ പുതിയതായിട്ട് കോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഇനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഇനിറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രോ ചെയ്യുന്നു. അതായത് ആ ഒരു ആപ്ലെറ്റ് ഏത് രീതിയിലാണോ നമുക്ക് വ്യൂ ചെയ്യേണ്ടത് ആ ഒരു ഫോർമാറ്റിലോട്ട് ഇതിനെ വരയ്ക്കുന്നു. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന HTML പേജിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പേജിൽ നിന്ന് തന്നെ നമ്മൾ ലീവ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ട്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് അതാണ്ട് അതിൽ സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. ആദ്യം ന്യൂ ബോൺ സ്റ്റേറ്റ് പുതിയതായിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇനിറ്റ് ഫംഗ്ഷൻ വെച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകണം. റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകുമ്പം റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ചിലപ്പോൾ ഐഡിയ, അതായത് നമ്മളിപ്പം നമ്മളൊരു HTML പേജ് ഓപ്പൺ ആയിട്ട് നമ്മൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തുള്ള എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്തോട്ട് പോകും. തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും? അത് റെസ്യൂം ചെയ്യും. ഇനി നമ്മൾ അതിൽ നിന്നുള്ള ഓപ്പറേഷൻസ് എല്ലാം കഴിയുമ്പോൾ ആ പേജിൽ നിന്ന് ലീവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ HTML പേജ് ഡിസ്ട്രോയ് ആയി പോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു ലൈഫ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ന്യൂ ബോൺ സ്റ്റേറ്റ്, റൺ സ്റ്റേറ്റ്, ഐഡിയൽ സ്റ്റേറ്റ്, ലാസ്റ്റ് ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡെഡ് സ്റ്റേറ്റ്. ഡെഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ HTML പേജിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുന്നു. അതിനെയാണ് ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ജാവ ആപ്ലെറ്റ്സിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ. ഇനി ജാവ ആപ്ലെറ്റ്സ് വേഴ്സസ് ജാവ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷനും ആപ്ലെറ്റ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഫീച്ചേഴ്സ് മെയിനായിട്ട് ഇത്രയും ഫീച്ചേഴ്സാണുള്ളത്. മെയിൻ മെത്തേഡ്, എക്സിക്യൂഷൻ, നേച്ചർ, റെസ്ട്രിക്ഷൻസ്, ദെൻ സെക്യൂരിറ്റി. അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ദെൻ ജാവ ബസ്വേർഡ്സ്. ബസ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ജാവയിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന, ജാവ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ജാവ ലാംഗ്വേജിൽ കുറേ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. സിമ്പിളാണ് ജാവ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. സിമ്പിളാണെന്ന് നിങ്ങൾ സിനിമ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് സിംപ്ലിസിറ്റി പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, പോർട്ടബിൾ ആണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, സെക്യൂർ ആണ്, റോബസ്റ്റ് ആണ്, ആർക്കിടെക്ചറൽ നേച്ചറുണ്ട്, ഇൻ്റർപ്രറ്റർ ആണ്, ഹൈ പെർഫോമൻസ് ആണ്, മൾട്ടി ത്രെഡഡ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഡൈനാമിക് ആണ്. ഇനി ഇത്രയും ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അതായത് ജാവ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ജാവ ലാംഗ്വേജ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് യൂസ് ചെയ്യുന്ന അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അതിൻ്റെ ജാവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി ഇത്രയും കാര്യങ്ങളാണ്, ഈ 12 കാര്യങ്ങളാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ജാവ ഫീച്ചേഴ്സിൽ തന്നെ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിളാണ്. ജാവ സിമ്പിളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ജാവ എന്തുകൊണ്ടാണ് സിമ്പിൾ?
ജാവ സിമ്പിളാണ്. അപ്പം ജാവ സിമ്പിളാണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിലെ സിൻറ്റാക്സ് എല്ലാം എന്താണ് സിമിലർ ടു CPP ബേസ് ചെയ്തിട്ടുള്ള സിൻറ്റാക്സുകളായിരിക്കും നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഈസി ആയിട്ട് നമുക്ക് അക്സസ് ചെയ്യാനും അതിനകത്തുള്ള കീവേഡ്സിനെയും ഐഡൻറ്റിഫൈസിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. കാര്യം ഇതെന്ത് കോൺസെപ്റ്റാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ് സിയും CPPയിലും ഉള്ള കണക്ക് പോയിൻറ്റേഴ്സോ അല്ലെങ്കിൽ ദിസ് പോയിൻ്റർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും സിയിലൊക്കെ. അങ്ങനെയുള്ള പോയിൻറ്റേഴ്സോ ഓവർലോഡിങ്ങോ ഓവർ റൈഡിങ്ങോ കൺസെപ്റ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജാവ സിമ്പിളാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുകൊണ്ട്? ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉണ്ട്. ഗാർബേജ് കളക്ഷൻ എന്താണ്? ഫ്രീ ആയിട്ടുള്ള സ്പേസുകളെല്ലാം അല്ലെങ്കിൽ ഫ്രീ ആയി കിടക്കുന്ന ഫ്രീ മെമ്മറി സ്പേസുകളെല്ലാം ഇത് കണ്ടുപിടിച്ച് അതിനകത്ത് വേറെ ഒബ്ജക്റ്റുകൾക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് മെമ്മറി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഫ്രീ അപ്പ് ആയി കിടക്കുന്ന മെമ്മറി സ്പേസിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ടാണ് ഗാർബേജ് കളക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. CPP പോലുള്ളൊരു ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യും? ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളും. കാര്യം എന്താണ്? ഇതിനകത്ത് എന്തൊക്കെയാണ്? പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഇതുപോലുള്ള എല്ലാ പ്രോപ്പർട്ടീസും യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ജാവയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ജാവ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാൻ കാര്യം. ഇതൊക്കെ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താണ് ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇതെല്ലാം പറഞ്ഞതാണ്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നുള്ള കാര്യം. ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്താണെന്ന് അറിയാം. JVM യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ കാര്യം ഒരു പ്രാവശ്യം പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഏതൊരു OSലും ഇത് റൺ ചെയ്യും ബിക്കോസ് ഓഫ് JVM. ദെൻ ജാവയാണ് റോബസ്റ്റ് ആണ്. റോബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് സ്ട്രോങ്ങും ഹെൽത്തി ആയിരിക്കും. ബിക്കോസ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറി മാനേജ് ചെയ്യും. ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗാർബേജ് കളക്ഷനാണ്. ഫ്രീ അപ്പ് ആയി കിടക്കുന്ന മെമ്മറി സ്പേസുകളെല്ലാം ഇത് യൂസ് ചെയ്യും. ഇതിനകത്ത് പോയിൻറ്റേഴ്സ് ഒന്നുമില്ല. സെക്യൂരിറ്റി പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ? എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, ടൈപ്പ് ചെക്കിങ് മെക്കാനിസം എല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെക്കിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള ഒരു ചെക്കിങ് നടത്തും, ടൈപ്പ് ചെക്കിങ് നടത്തും. ഇപ്പോൾ A+B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചെക്കിങ് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ട് മാത്രമേ ഇത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് പോകത്തുള്ളൂ. ഇപ്പം A*B അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതൊരെണ്ണം നടക്കാൻ 2 ഓപ്പറേറ്റ്. ഇപ്പോൾ A* എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ബിക്കോസ് എന്താണ്? 2 ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ്? A*B എന്ന് പറഞ്ഞ 2 ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ചെക്കിങ് മെക്കാനിസം എല്ലാം ഇതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റർപ്രെറ്റർ ആണ്. ഇൻ്റർപ്രെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ് കോഡ് ഈസ് ഇൻ്റർപ്രെറ്റർ. ബൈറ്റ് കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് JVMൽ ഇത് ഡയറക്റ്റായിട്ട് കമ്പൈലേഷൻ അല്ല പോകുന്നത്. JVMൽ പോയിട്ട് ബൈറ്റ് കോഡുകൾ ജനറേറ്റ് ചെയ്യും. ആ ബൈറ്റ് കോഡിനായിരിക്കും നമ്മൾ ഇൻ്റർപ്രെറ്റ് ചെയ്യുന്നത്. അതായത് ആ ബൈറ്റ് കോഡിനായിരിക്കും നമ്മൾ റൺ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഇൻ്റർപ്രെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വൈറസ് ഫ്രീ സിസ്റ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് JVM യൂസ് ചെയ്യുന്നുണ്ട്. JVM യൂസ് ചെയ്തിട്ട് JVM വെച്ചിട്ട് ഏത് സിസ്റ്റത്തിലാണോ നമുക്ക് ഏത് OSലാണോ റൺ ചെയ്യേണ്ടത് ആ കറസ്പോണ്ടിങ് OSന് വേണ്ടിയിട്ടുള്ള JVM അവൈലബിൾ ആണോ നോക്കും. ഇതിനകത്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് അഡീഷണൽ ആയിട്ടുള്ള SSL JAS ക്രിപ്റ്റോഗ്രഫിയൊക്കെ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പഠിക്കും. നിങ്ങളതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം വേറെ ആരും നമ്മളുടെ നെറ്റ്വർക്കിൽ കയറി ആക്സസ് ചെയ്യാതിരിക്കാനായിട്ട് ഇത് സെക്യൂർ ആയിട്ടായിരിക്കും അയക്കുന്നത്. ഇപ്പം ഐ ആം എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഒരു യൂസറിൽ അതായത് ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ മെസ്സേജ്. അപ്പോൾ ഐ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടറിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റിനകത്ത് ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാൾക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിൻ്റെ കറസ്പോണ്ടിങ് കീവേഡ് അറിയാമെങ്കിൽ മാത്രമേ അതിനെ ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻകോഡിങ്ങും ഡീകോഡിങ്ങും പ്രോസസ്സ് എല്ലാം സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ള ക്രിപ്റ്റോഗ്രഫി മെക്കാനിസം എല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്.
ഉണ്ട് ഇതിനകത്ത് ഇത് ഫിഗറിൽ പറയുന്ന അതാണ് ജാവ. നോർമൽ സി പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഒ എസിനകത്ത് അത് റൺ ചെയ്യും, ഒ എസിനകത്ത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റൺ ചെയ്യും. പക്ഷേ ഇതിനകത്താണെങ്കിൽ JVM കൂടെ ഉണ്ട്. JVM വെച്ചിട്ട് മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇത് മോർ സെക്യൂറാണ്. ദെൻ ആർക്കിടെക്ചറൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇതെടുത്ത് കഴിഞ്ഞാലും അതിനൊരു ഫിക്സഡ് സൈസ് ഉണ്ടാവും. ഇപ്പോൾ ക്യാരക്ടേഴ്സിന്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിന്, ഇൻഡിജേഴ്സിന് എല്ലാത്തിനും ഒരു ഫിക്സഡ് മെമ്മറി സൈസ് ഇതിനകത്ത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഫിക്സഡ് സൈസ് ആയിരിക്കും ഉള്ളത്. അത് ആ ഒരു റേഞ്ചിലുള്ളതിനെ മാത്രമേ ഇതിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെന്താണ്, ഇത് പോർട്ടബിൾ ആണെന്ന് പറയാനുള്ള കാര്യം എന്താണ്, ഒരു പ്രാവശ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് റൺ ചെയ്യും. ബിക്കോസ് ഓഫ് JVM ഉള്ള ഏതൊരു OSലും നമുക്ക് ഇതിനെ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ പിന്നെ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ കൊണ്ടുപോയി ഏത് OSൽ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യിക്കാം. അതുകൊണ്ട് എന്താണെന്ന് പറയാം, ഇത് പോർട്ടബിൾ ആണെന്ന് പറയാം. പിന്നെന്താണ്, ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജാവ ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ്, ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിമിലർ ടു ഒബ്ജക്റ്റ് കോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യും. അപ്പോൾ ഫാസ്റ്ററായിട്ട് നമുക്ക് ജാവയിൽ ഔട്ട്പുട്ടുകൾ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ജാവ കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴായാലും സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, ജാവ. ബിക്കോസ് ജാവയിൽ ഫാസ്റ്ററായിട്ട് എക്സിക്യൂഷൻ നടക്കും. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ദ ഫെസിലിറ്റി ടു യൂസർ ടു ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഇൻ ജാവ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതിനകത്ത് അറ്റ് എ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിലുള്ള സ്മോളർ കണ്ടൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ത്രെഡ് എന്ന് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ലൂപ്പ്, ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം പിന്നെ ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനുശേഷം കമ്പൈൻ ചെയ്യുന്നു. അപ്പം എന്താണ്, ഒരു പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉണ്ടെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യും. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ് ഒരു പ്രാവശ്യം തുടങ്ങി ഒരു 2 ലൈൻ കഴിയുമ്പോൾ അത് എൻഡ് ചെയ്യും. അങ്ങനെയുള്ള ചെറിയ പ്രോസസ്സുകളെയാണ് നമ്മൾ, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൾട്ടി ത്രെഡ്സിനെയും ജാവയിൽ ഹാൻഡിൽ ചെയ്യും. ദെൻ ഡൈനാമിക് ആണെന്ന് പറയാൻ കാര്യം, ഇറ്റ് സപ്പോർട്ട് ഡൈനാമിക് ലോഡിംഗ് ഓഫ് ക്ലാസ്സസ്. അതായത് ഓൺ ഡിമാൻഡ് ആണ്, അതായത് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്ലാസ്സുകളെ ലോഡ് ചെയ്ത് വെക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മെമ്മറിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്ലാസ് ആവശ്യമുള്ള സമയത്ത് മാത്രമേ അതിൻ്റെ മെമ്മറി സ്പേസിലോട്ട് ലോഡ് ചെയ്ത് വെക്കത്തുള്ളൂ. കൂടുതലായിട്ട്, അതായത് പെട്ടെന്ന് നമ്മൾ എന്താണ്, ഒരു പ്രോഗ്രാമിൽ എല്ലാം കൂടെ എടുത്ത് ലോഡ് ചെയ്യത്തില്ല. ആ പ്രോഗ്രാമിൽ ആവശ്യമുള്ള കണ്ടൻറ്റുകൾ ഓൺ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം അതിനെടുത്ത് ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനെയാണ് ഡൈനാമിക് എന്ന് പറയാനുള്ള കാര്യം. നെക്സ്റ്റ് വൺ, ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ആയിട്ട് കിടക്കുന്ന മെമ്മറി സ്പേസിനെ എല്ലാം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഗാർബേജ് കളക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് സിയിലും CPPയിലും ഒന്നും ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യത്തില്ല. ജാവയിലായിരിക്കും എപ്പോഴും ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പം ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രീ ആവുന്നത് നമ്മളെ അറിയാതെ. ഇപ്പം ഒരു വലിയ പ്രോഗ്രാം ആണെങ്കിൽ അതിനകത്ത് ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ഫ്രീ ആയി കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ഒരു പ്രോഗ്രാം ഫുൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ മെമ്മറി സ്പേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഫ്രീ ആയി കിടക്കുന്നത് എന്തൊക്കെയാണെന്ന്, അതായത് ഇപ്പം A,B എന്ന് പറയുന്ന ഇൻഡ് A,B, അത് കഴിഞ്ഞാൽ ആഡ് A+B കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു A+Bയിലെ സമ്മിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ Aക്കും Bക്കും ഇപ്പോൾ സം ഈക്വൽ ടു A+B, ഇപ്പോൾ A+Bയിലുള്ള കാര്യങ്ങൾ സമ്മിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ Aക്കും Bക്കും വേണ്ടി നമ്മൾ റിസർവ് ചെയ്തിരുന്ന മെമ്മറി സ്പേസ് ഫ്രീ ആയി. അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ ഒരു മെമ്മറി സ്പേസ് അവിടെ ഫ്രീ ആയി കിടക്കുകയെന്ന്. അപ്പോൾ എന്താണ്, ഗാർബേജ് കളക്ടർ ആണെങ്കിൽ, ജാവയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു Aയും Bയും ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയ്ക്ക് അലോക്കേറ്റ് ചെയ്തുള്ള മെമ്മറീസിനെ റീകളക്ട് ചെയ്തുകൊണ്ട് വന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇനി വരുന്ന ആൾക്കാർക്ക് അത് അലോട്ട് ചെയ്ത് കൊടുക്കും. മെമ്മറി സ്പേസിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാനേജ് ചെയ്യും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ജാവയിൽ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്റ്റ് നെയിം കൊടുക്കുന്നവരാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ന്യൂ ഇല്ലാത്ത ഒരു ഒബ്ജക്ട്സ് വരികയാണെങ്കിൽ അതെന്താണ്, ആ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ കളഞ്ഞാണ്. അതായത് ആ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇനി മെമ്മറി സ്പേസ് അലോട്ട് ചെയ്ത് ആവശ്യമില്ല. ബിക്കോസ് അതിന് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗാർബേജ് കളക്ടർ യൂസ് ചെയ്യുന്നത്.
പിന്നെന്താണ്, ഫൈനലൈസ് എന്ന മെത്തേഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഫൈനലൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗാർബേജ് കളക്ട്, അതായത് ഏതെങ്കിലും ഒരു ഫ്രീ അപ്പ് ആയിട്ടുള്ള മെമ്മറി സ്പേസിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഫൈനലൈസ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ മെമ്മറി സ്പേസിനെയും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കളക്ട് ചെയ്യും. ഫ്രീ അപ്പായി കിടക്കുന്ന മെമ്മറി സ്പേസിനെല്ലാം കളക്ട് ചെയ്തിട്ട് ഇത് വെക്കും. ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പുതിയൊരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് മെമ്മറി സ്പേസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രീ അപ്പ് ആയിട്ടുള്ളതിനെ എടുക്കാനായിട്ട് ഫൈനലൈസ് എന്ന് പറയുന്ന കീവേഡും ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് എന്ത് യൂസ് ചെയ്യും, പുതിയതായിട്ട് ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് പുതിയതായിട്ട് വരുന്ന ഒബ്ജക്ട്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഗാർബേജ് കളക്ഷൻ. ദെൻ റിക്വസ്റ്റ് ഫോർ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഗാർബേജ് കളക്ടറിന് വിളിക്കുകയാണ്. അപ്പോൾ ആ ഗാർബേജ് കളക്ടർ വന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്തുള്ള എല്ലാ ഫ്രീ അപ്പ് ആയി കിടക്കുന്ന മെമ്മറി സ്പേസിനെയും മാനേജ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ GC എന്ന് പറയുന്ന ഒരു മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. GC എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അതൊന്നെങ്കിൽ എന്താണ്, ആ മേയോർ മേനോട്ടാണ്. ചിലപ്പോൾ അത് വന്നിട്ട് ഗാർബേജ് കളക്ടറിന് അത് കോൾ ചെയ്താൽ വന്ന് ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് വന്നിട്ട് ചിലപ്പം അങ്ങനെ GC എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നിട്ട് ചിലപ്പം ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യും, ചിലപ്പം ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യത്തില്ല. അത് അതിനകത്തൊരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. ഹൗവർ GC മെത്തേഡ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് JVM വിൽ പെർഫോം ദ ഗാർബേജ് കളക്ഷൻ. ഗാർബേജ് കളക്ഷൻ JVM ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യണമെന്ന് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഇൻവോക്ക് ചെയ്യുന്നു, അത് ചിലപ്പോൾ അത് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യത്തില്ല. ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്, സിസ്റ്റം ആൻഡ് റൺ ടൈം. 2 ടൈപ്പ് ഓഫ് ക്ലാസ്സുകളിലും ഈ മെത്തേഡ് പ്രസൻ്റ് ആയിരിക്കും. സിസ്റ്റം ക്ലാസ്സിലും റൺ ടൈം ക്ലാസ്സിലും. രണ്ടും ഫങ്ഷണലി സെയിം ആണ്, പക്ഷേ ഇത് 2 ക്ലാസ്സിലും ഈ GC എന്ന് പറയുന്ന മെത്തേഡിനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് എന്താ പറയുക, ഗാർബേജ് കളക്ഷൻ. നെക്സ്റ്റ് അടുത്ത എന്താണ്, അടുത്തെന്ന് പറയുന്നത് കമൻസ് ആണ്. കമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാത്തത്. ഈ കമൻസിനെ പറ്റിയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.